ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇനി നാളത്തെ ഒരു റെസിപ്പിയും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ ബീഫ് കൊണ്ട്. അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ബീഫിൻ്റെ റെസിപ്പി അവസാനിച്ചു എന്ന് പറയാം കേട്ടോ. കാരണം ഇനി ഞാൻ വെള്ളിയാഴ്ചകളിൽ ബീഫ് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഓരോ റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിൽ വരികയുള്ളൂ കേട്ടോ. ബീഫിൻ്റെ റെസിപ്പി എന്നാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ബിരിയാണിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കുക്കറിലേക്ക് ബീഫ് തള്ളി മറിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യുന്നു? ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് എന്തിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്? ഉപ്പ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് അലിഞ്ഞ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് എങ്ങനെയാണ് അലിയുന്നത്? ഉപ്പ് നമ്മൾ അലിയുന്നത് കല്ലുപ്പ് പൊടിച്ചാൽ ഉപ്പ് അലിയുന്നതാണ്. അതാണ് ഈ ഉപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളെല്ലാവരും കല്ലുപ്പ് പൊടിച്ചത് ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കല്ലുപ്പ് പൊടിച്ചതാണ്. പൊടിപ്പ് അത്ര നല്ലതൊന്നല്ല. അതുകൊണ്ട് എല്ലാവരും കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കല്ലുപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നു. ഇനി 2 വിസിൽ വന്നാൽ നമുക്ക് ഓഫാക്കാവുന്നതാണ്. ഒരു 3/4 വേവ് വേവിച്ചെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. വലിയ ഉള്ളി 4 എണ്ണം, തക്കാളി 2 കുഞ്ഞു തക്കാളികൾ, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളി. എന്തിനാണ് നമ്മൾ ചെറിയ ഉള്ളിയെ എടുത്തിരിക്കുന്നത്? വെളുത്തുള്ളിയുടെ കൊട്ടയിൽ നിന്ന് നമ്മൾ എന്തിനാണ് വലിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എടുക്കുന്നത്? അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ചെറിയ ഉള്ളിയെ മാത്രം വ്യത്യാസപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയെ വ്യത്യാസം കെട്ടണ്ട, ചെറിയ ഉള്ളി കരഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയും കൂടി എടുത്തു. അത്ര തന്നെ നമുക്ക് പറയാമല്ലേ. കണ്ടില്ലേ, നിങ്ങൾ എണ്ണിക്കൂളി എത്ര ഉണ്ട്? 1 2 3 4 5 നാരങ്ങ ചെറുതായിട്ടൊന്ന് വാടിയിരിക്കുന്നു. അതൊന്നും പ്രശ്നമല്ല കേട്ടോ. കാരണം നമ്മുടെ കാലാവസ്ഥ തലങ്ങും വിലങ്ങും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലാവസ്ഥയിൽ നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. കാരണം ബീഫിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതാണ് ഒരു അത്ഭുതം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് കൊണ്ട് മണ്ടാണ് കേട്ടോ. കറണ്ട് അവിടെ പോകുമ്പോൾ കൊണ്ട് മണ്ടാണ്. എങ്ങോട്ടാ കറണ്ട് എല്ലായിടത്തേക്ക് കൊണ്ട് മണ്ടിയുണ്ട്. ഏതായാലും ബീഫ് രക്ഷപ്പെട്ടിരിക്കണം. ഇനി നമ്മൾ ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറിവേപ്പില ചേർത്ത് കലക്കി എടുക്കുന്നു. ഇനി 2 3 4 നാരങ്ങ എടുത്തോളി കേട്ടോ. നമ്മൾ എപ്പോഴും നാരങ്ങയാണ് പുളിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്, അല്ലാതെ വിനാഗിരിയും തൈരുമല്ല നമ്മൾ എടുക്കേണ്ടത്. തൈരും വിനാഗിരിയും ചേർത്താൽ നമ്മുടെ ആരോഗ്യത്തിന് കേടായിരിക്കും. നമ്മുടെ ബീഫിലേക്കൊന്നും അത് ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്കുള്ള പൊടികൾ ഞാൻ ഇവിടെ എഴുതി വെക്കട്ടോ. അത് പെട്ടെന്ന് സ്പീഡിൽ പായണം. അത് എനിക്ക് പറയാൻ കിട്ടൂല. ആ കോലത്തിലാണ് ആ പാച്ചിൽ. കണ്ടല്ലോ നിങ്ങൾ, ഈ കോലത്തിൽ പായാൻ നമ്മൾ എങ്ങനെ പറയാനാ? അതുകൊണ്ട് ഞാൻ അത് അവസാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. നിങ്ങൾ ഈ പാത്രത്തിൽ കണ്ടില്ലേ ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളി കട്ട് ചെയ്യുന്നു. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? കണ്ണടച്ച് വേണം ഉള്ളി കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ കരഞ്ഞു പോകും. അപ്പോൾ കണ്ണടച്ച് കട്ട് ചെയ്ത് കണ്ട് കൈ മുറിയാക്കരുത്. അത്ര തന്നെ നമുക്ക് പറയാമല്ലേ. കണ്ടില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അരി എടുത്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണമുള്ള അരിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതും ബിരിയാണി അരി തന്നെ എടുക്കുക. 2 നായി 3 നായി അതൊക്കെ എത്ര കപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ എടുക്കുക. ഞാൻ പറഞ്ഞ അളവായിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്, ഞാൻ എടുക്കുന്ന അളവായിരിക്കില്ല നിങ്ങൾ പറയുന്നത്. അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തള്ളിമറിച്ച് കൊടുക്കാനുള്ളതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി തിളപ്പിച്ച് ഊറ്റലൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ. ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അരി എങ്ങനെ തിളപ്പിച്ച് ഊറ്റണം എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാരറ്റ് കൂടി ഉണ്ടെങ്കിൽ ഒരു സമാധാനമായി കിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഈ ക്യാരറ്റ് നല്ലൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് എന്തു ചെയ്യാനാണ്? ക്യാരറ്റ് ബിരിയാണിയിലേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തോളി. നമുക്ക് ഇതാവശ്യമുണ്ട്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിങ്ങനെ കൈ മുറിയരുത് കേട്ടോ. അത്ര തന്നെ നമുക്ക് പറയാമല്ലേ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ചട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചട്ടി എടുത്തു വെച്ചോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ. ഇനി നെയ്യ് തികഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കൂ.
നമ്മൾ സാധാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുക, അതായത് കോക്കനട്ട് ഓയിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ മുന്തിരി ഇട്ടുകൊണ്ട് വറുത്തർ കോരുക. കാരണം ഇത് പെട്ടെന്നാവുമല്ലോ, മറ്റേതൊക്കെ കുറച്ച് നേരം നിൽക്കണം. അപ്പോൾ മുന്തിരി കോരിയെടുത്താൽ പിന്നെ ഒരു റാഹത്താലോ. നമുക്ക് ഈ ബിരിയാണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ മുന്തിരി. കാരണം എനിക്ക് മാത്രമായിട്ടാണ് അങ്ങനെ. കാരണം എല്ലാവർക്കും അണ്ടിപ്പരിപ്പാണ് ഇഷ്ടം, എനിക്കങ്ങനെയല്ല, എനിക്ക് മുന്തിരിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് ഞാൻ ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരിക്ക് റേറ്റ് കുറവാണല്ലോ, അണ്ടിപ്പരിപ്പിന് അങ്ങനെയല്ല, നല്ല വിലയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ മുന്തിരിയാണ് ഇട്ട് കൊടുക്കും, അത്ര തന്നെ. ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്, അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക, കാഷ്യൂനട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ കരിയാതെ നോക്കുക. ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമ്മൾ 1-2 ഇതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതാണ്. അപ്പം ഞാനിത് വല്ലാതെ നിങ്ങളെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാ എനിക്ക്, കാരണം ഇത് കൊതിയാവുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യാനാ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോന്ന് എടുത്തോളൂ, അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയാം, ഞാൻ തന്നെ ഓരോന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി വറുത്ത് കോരിക്കോളി, അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. കരിയാതെ വറുത്തോളി, അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം, അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ വ്യത്യസ്ത രീതിയിലുള്ള ഓരോ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും കേട്ടോ. അപ്പോൾ ഞാനിത് അവസാനിച്ച് പോകുന്നല്ലോ ഞങ്ങളെ. ഈ അണ്ടിപ്പരിപ്പ് എന്താ അറിയില്ല, വറുത്തിട്ടും ഇങ്ങോട്ട് കോരിയിട്ട് കിട്ടുന്നില്ല, കണ്ടില്ലേ. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിലേക്കുള്ള വലിയ ഉള്ളി ഒന്നാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്ത ഉള്ളിയാണ്. അത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ച് നമ്മൾ യോജിപ്പിക്കുന്നു. ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുന്നു, നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നു. ക്യാരറ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നത്, ക്യാമറ കളിക്കുന്നു, കണ്ടില്ലേ. നമ്മൾ എന്തിനാണ് ഇളക്കി യോജിപ്പിക്കുന്നത്, ഇളക്കി യോജിപ്പിച്ചത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി കൊടുത്താൽ മതി, അത്ര തന്നെ. 1-2 പ്രാവശ്യം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വയറ്റാനൊന്നും നിൽക്കണില്ല. അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ചോറ് ഊറ്റിയെടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അത് സാരമില്ല, ചോറ് ഊറ്റിയാണ്ട് വീഡിയോ വലിച്ചു നീട്ടി നിങ്ങളാരും പറയില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്നതിനിടയിൽ എൻ്റെ കൈ തട്ടി അറിയാതെ ഇത് ഡിലീറ്റ് ആയിപ്പോയി, അത്ര തന്നെ പറയാല്ലേ. ചോറ് ഊറ്റുന്ന വീഡിയോ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചോറ് ഊറ്റാനൊന്നും ആയില്ല കേട്ടോ, അപ്പോൾ തന്നെ ചോറ് ഊറ്റി വെക്കല്ലേ, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ കൈയിന് എരിയരുത്. ഇനി ഇതിലേക്കുള്ള തക്കാളിയും ചേർത്ത് 4 ഉള്ളിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അരപ്പ് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധമാണ് വരുന്നത്. എന്താണ് സുഗന്ധം, സ്മെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, വാസന എന്ന് പറഞ്ഞാൽ എന്താണ്, മണം. കണ്ടില്ലേ, നല്ലൊരു വാസന നമുക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇളക്കി യോജിപ്പിച്ചോളൂ, അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മണം കിട്ടും. അപ്പോൾ കുറേ പൂച്ചകളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ പൂച്ച മ്യാവ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പുറത്തൊക്കെ ഉണ്ട് പൂച്ച. കുറേ അധികം ഡോഗ്സൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതിൽ നിന്ന് കൊടുക്കാനുള്ളതാണ്. നമ്മൾ കഴിക്കുമ്പോൾ അവർക്കും നമ്മൾ കൊടുക്കേണ്ടേ ഒരു ഓരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. അപ്പോൾ പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പോരാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് മല്ലിയില ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, നേരത്തെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കരുത്, അതും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി പുളി പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉള്ളി കട്ട് ചെയ്യുന്നത് വെറുതെ ഒരു സാമ്പിൾ കട്ടിങ് കേട്ടോ. അപ്പോൾ അതവിടെ അറിയാതെ വന്ന് കയറിപ്പോയതാണ്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ നടുവിലേക്കൊരു കുഴി കുത്തി കൊടുക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുഴി കുത്തി കൊടുക്കുന്നത്, ആ ഇറച്ചിൻ്റെ വെള്ളം ഊറ്റിയെടുത്തപ്പോൾ അതിൽ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എങ്കിൽ ഇത് കരിയത്തില്ല. കണ്ടില്ലേ, എൻ്റെ വീഡിയോ ഇവിടെയാണ് മിസ്സായി പോയിരിക്കുന്നത്, ചോറൂറ്റുന്ന വീഡിയോ പോയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം, അത്ര തന്നെ പറയാനുള്ളത്. കണ്ടില്ലേ, ആ വീഡിയോ എന്തോ ഒരു കാരണത്താൽ എവിടെ പോയി മുങ്ങി തപ്പിയിട്ടു അത് കാണാമല്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു വിസിൽ വന്നാൽ ഓഫാക്കാം കേട്ടോ. കുക്കർ വിസിൽ വന്ന് ഓഫാക്കിയാണ്ട് പിന്നെ ഞാൻ ഈ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലുള്ള ഒരു അവസ്ഥയാണ്. നല്ല അവസ്ഥ, സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആവി മുക്കാലും ഒഴിവാക്കി കളയണം കേട്ടോ.
ഒഴിവാക്കി കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുക്കറിന്ന് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ചോറ് തട്ടി കൊടുക്കലും 2 വീഡിയോയും കൂടി അവിടുന്ന് കിട്ടാനുള്ള ഒരു വകുപ്പില്ല. കാരണം ഇത്രയും സ്ഥലം ഇവിടെ ഉള്ളൂ. ആ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഈ കാണിക്കണം കേട്ടോ. അപ്പോൾ 2 കൂടി കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണത്താൽ 1 മാത്രം ഞാൻ കാണിക്കുന്നു. കണ്ടില്ലേ, ആ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കുക്കറിൽ നിന്ന് ഇങ്ങനെ ചോറ് ഇതിലേക്ക് തള്ളിയിടുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചോറ് അണ്ടിപ്പരിപ്പും ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ചോറ്റിക്കാണ്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ എല്ലാം കൂടി അലിഞ്ഞു പോകും. അതുകൊണ്ട് എന്തോ ഒരു മണം എന്നറിയോ. ഈ മണം വന്നിട്ട് കുട്ടികളൊക്കെ എൻ്റെ കൂടെ വന്നിട്ട് ആകെ വട്ടം തിരിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. പൂച്ചകൾ അപ്പുറത്ത് ഡോഗ്സ് ഉണ്ട് മുറ്റത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. എന്ത് ചെയ്യാനാ, ഞാനാണെങ്കിൽ ആകെ വിശന്ന് വിലഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ കാർത്തിയോട് കൂടി കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ ഞാനിവിടെ മിസ്സായി പോയി എന്ന് പറഞ്ഞ വീഡിയോ ഒന്നുകൂടി ഗാലറിയിൽ പോയി മുങ്ങി തപ്പിയപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ്. അപ്പോൾ ഗാലറിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ വോയിസ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവസാനമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അതിൻ്റെ അടിയിൽ കൂടെ പോയി ഞാൻ അയച്ചിങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കണ്ടേന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സങ്കടമൊക്കെ ഉണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നേരെ താഴെ വന്നോളൂ, അവിടെ നിന്നിട്ട് ചോദിച്ചോളൂ. ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഗ്രാമ്പുണ്ട്, പട്ടുണ്ട്, ഏലം മുതലായവ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇടയിൽ ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക് ഉണ്ടാകുക. അല്ലാതെ ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ബിരിയാണി മസാല നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്കും കൂടി ചേർത്ത് കൊടുത്താൽ അത് ആകെ ചോറ് നമുക്ക് വെറുപ്പിച്ചു കേട്ടോ. ഇങ്ങനെ ബിരിയാണി മസാല ഇങ്ങനെ കുത്തൽ വരും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അവസാനമായിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കിയ വലിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ ക്യാരറ്റ് കട്ട് ചെയ്തതും ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഈ ഇടയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോ. അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാലല്ലേ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇത് മല്ലിയിലയും കൂടി ചേർത്തിട്ട് കൂക്കിച്ചെടുക്കുക കേട്ടോ. ഒരു വിസിൽ വന്നാൽ ഓഫാക്കുക. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. ആ ഓഫാക്കി എടുത്താൽ മതി. അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ആവും കേട്ടോ. ഇനി ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കി എടുക്കുക. വിസിൽ പകുതി ആവി കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി അടച്ച് വെക്കുകയാണ്. ഒന്നുകൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് പറഞ്ഞ ബട്ടണും കാണും, അത് ക്ലിക്ക് ചെയ്തോളി. അതുപോലെ ഈ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല. ആ ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ ഓൾ അറിഞ്ഞ ഒരു ഓപ്ഷനും കൂടി നിൽക്കിയാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് ഉടനടി എത്തുകയുള്ളൂ.